ഹായ് ഹലോ എവ്രി വൺ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്വേത. നമ്മൾ ഇന്ന് SSC CGL 2026 കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഒരു ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും സ്വപ്നമായിരിക്കും SSC CGL ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. ആ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതിനായിട്ട് ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്നുള്ള രീതിക്കാണ് ഈ ഒരു വീഡിയോ വരുന്നത്. സോ നമുക്കറിയാം SSC CGL 2026 നോട്ടിഫിക്കേഷൻ ഔട്ടാണ്. ഏതാണ്ട് 12,256 വേക്കൻസീസ് ആണ് ഇത്തവണ നോട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഗ്രൂപ്പ് ബി ആൻഡ് സി റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു എക്സാം റിലേറ്റഡ് ആയിട്ട് ഉള്ള പോസ്റ്റ് ഫില്ലിംഗ് വരുന്നത്. ഓക്കെ, ഗ്രാജുവേറ്റ്സ് ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും, പ്രൊവൈഡഡ് നിങ്ങൾ ആ ഒരു പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റിനകത്ത് വരുന്ന ആളാണെങ്കിൽ. ഓക്കെ, സോ ssc.government.in എന്നുള്ള സൈറ്റ് വഴിയാണ് നിങ്ങൾ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 22 ജൂൺ 2026. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിലൂടെ നോക്കി വരാം. അതിനു മുന്നായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ആ ഒരു ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് ജോബ് ആസ്പിരൻസിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സുകൾ നമുക്കൊന്ന് നോക്കാം. ഈ CGL എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തത് 21 മെയ് 2026 ആ ഒരു സമയത്ത് തന്നെയാണ് ആ ഒരു അപ്ലിക്കേഷൻ വിൻഡോവും ഓപ്പൺ ആയിട്ടുള്ളത്. നമുക്ക് ഇപ്പം ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. വിൻഡോ ഓപ്പൺ ആണ്. ഇനി ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 22 ജൂൺ 2026 ആണ്. ഫീ പേ ചെയ്യാനായിട്ടുള്ള അവസാന ദിവസം എന്ന് പറയുന്നത് 23 ജൂൺ ആണ്. ഇനി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് 29 ജൂണിനാണ്. 1 ജൂലൈ 2026 വരെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കും. ഇനി ടയർ 1 എക്സാം നടക്കാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ്. ദെൻ ടയർ 2 വരുന്നത് ഡിസംബർ 2026 ഓക്കെ, അപ്പം ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, ഏതാണ്ട് 3-4 മാസങ്ങളോളം നമ്മുടെ മുന്നിലായിട്ടുണ്ട് ഈ ഒരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട്. സോ ഇന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ഈ ഒരു എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള വേക്കൻസി ആൻഡ് എലിജിബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ആസ് ഐ ഓൾറെഡി സെറ്റ് 12,256 12,256 വേക്കൻസീസ് ആണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നോട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഗ്രൂപ്പ് ബി ആൻഡ് സി റിലേറ്റഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളാണ് വേക്കന്റ് ആയിട്ടുള്ളത്. സോ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പൊസിഷൻസിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു എക്സാം ആണിത്. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് പ്രസ്റ്റീജിയസ് പൊസിഷൻസ്, ജോബ് റോൾസ് ഇൻ വേരിയസ് സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ എനി ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം ആ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഓക്കെ, ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു ബാച്ചിലർ ഡിഗ്രിയാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ട ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 18 മുതൽ 30 വയസ്സ് വരെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലെ ഭൂരിഭാഗം പോസ്റ്റുകളുടെയും ഏജ് ലിമിറ്റ് ആയിട്ട് വരുന്നത്. ഏതാനും പോസ്റ്റുകൾക്ക് 32 വയസ്സ് വരെയുള്ള ലിമിറ്റ് വരുന്നുണ്ട്. മറ്റ് ചില പോസ്റ്റുകൾക്ക് 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റിനനുസരിച്ചാണ് അതിന്റെ ഏജ് ലിമിറ്റും വരുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ച് അതിൽ ഓരോ പോസ്റ്റിനും പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ് എത്രയാണ് എന്ന് മനസ്സിലാക്കി വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി SC ST പോലെയുള്ള
സ്പെഷ്യൽ കാറ്റഗറീസിന് റിസർവേഷൻ വരുന്നുണ്ട്. ഓക്കെ, 5 വർഷത്തോളം ഏജ് റിലാക്സേഷൻ അവിടെ അവർക്ക് SC/ST വിഭാഗങ്ങൾക്ക് കിട്ടുന്നുണ്ട്. OBCയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ 3 വർഷത്തോളം ഏജ് ലിമിറ്റ് റിലാക്സേഷൻ അവിടെ വരുന്നുണ്ട്. PWD കാറ്റഗറി ആണെങ്കിൽ 10 വർഷത്തോളം ഉള്ള ഏജ് ലിമിറ്റിന്റെ വേരിയേഷൻ അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിലാണ്, നാഷണാലിറ്റി ഇന്ത്യൻ ആണെങ്കിലാണ് നമുക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഇനി ഏതാനും എക്സെപ്ഷൻസും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ അറ്റംപ്റ്റിന്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അറ്റംപ്റ്റ് ലിമിറ്റ് എന്നുള്ള ഒരു കാര്യമില്ല. ഓക്കെ, ഓരോ വർഷവും നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്, പ്രൊവൈഡഡ് നിങ്ങളുടെ ആ ഒരു ഏജ് ലിമിറ്റിനനുസരിച്ചാണ് നമ്മൾ അത് അപ്ലൈ ചെയ്യേണ്ടത്. ഏജ് ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്കത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലാതെ ഏജ് ലിമിറ്റിനകത്ത് വരുന്ന ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഓരോ വർഷവും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ ഇവിടെ ഇന്റർവ്യൂ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു എക്സാമിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആ ഒരു സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ എക്സാം. ഓക്കെ, ടയർ 1ന്റെയും ടയർ 2ന്റെയും ആ ഒരു മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സെലക്ഷൻ വരുന്നത്. ഓക്കെ, അതുപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ലൈക്ക് DESTയും ഒക്കെ വരുന്നുണ്ട്, സ്പീഡ് ടെസ്റ്റും ഒക്കെ വരുന്നുണ്ട്. സ്റ്റിൽ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള, എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫൈനൽ ലിസ്റ്റ് ആണ് നമുക്കിവിടെ വരാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു എക്സാമിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാം. 2 ടയേഴ്സ് ആയിട്ടാണ്, 2 ലെവൽസ് ആയിട്ടാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. ഓക്കെ, അപ്പൊ ടയർ 1 എന്ന് പറയുന്നത് ക്വാളിഫയിങ് ഇൻ നേച്ചർ ആണ്. ഓക്കെ, അപ്പം ടയർ 1 നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് 100 ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഓരോ ചോദ്യത്തിനും 2 മാർക്സ് വീതമാണ് അവിടെ അലോട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. അങ്ങനെ 200 മാർക്സ് ആണ് ഈ ഒരു ടയർ 1 ടോട്ടൽ ആയിട്ട് വരുന്നത്. അപ്പം 4 ഡിഫറെന്റ് കാറ്റഗറീസ് ആയിട്ടാണ്, 4 ഡിഫറെന്റ് സബ്ജക്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള, സെക്ഷൻസ് റിലേറ്റഡ് ആയിട്ടാണ് ടയർ 1 വരുന്നത്. അതിൽ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്ന മറ്റൊരു സെക്ഷൻ ഉണ്ട്. ഇങ്ങനെ 4 ഡിഫറെന്റ് സെക്ഷൻസ് ആണ് ടയർ 1 നമുക്ക് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ ഓരോ ഭാഗങ്ങളിലും 25 ചോദ്യങ്ങൾ എന്നുള്ള രീതിക്ക് 100 ചോദ്യങ്ങൾ നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, 25 ചോദ്യങ്ങൾക്ക് 50 മാർക്കുകൾ എന്നുള്ള രീതിക്കാണ് ഇവിടെ ഒരു മാർക്ക് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ടയർ 1 ലൈക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഓക്കെ, ഒരു ചോദ്യം നിങ്ങൾ തെറ്റിക്കുമ്പോൾ 0.5 മാർക്സ് ആണ് നമുക്ക് അവിടെ ഡെഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ടയർ 1 എന്നുള്ളത് മനസ്സിലാക്കുക. ക്വാളിഫൈങ് ആക്കിയിട്ടുണ്ട് ഇത്തവണ ടയർ 1 എന്നുള്ളത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി ടയർ 2 പോവാം. ശരിക്കും പറഞ്ഞാൽ റാങ്ക് ഡിസൈഡിങ് ആയിട്ടുള്ള പേപ്പർ എന്ന് പറയുന്നത് ടയർ 2 ആണ്. ഓക്കെ, ടയർ 2 നമുക്ക് പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 എന്നിങ്ങനെയാണ് വരുന്നത്. പേപ്പർ 1 എന്ന് പറയുന്നത് എല്ലാവർക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള കമ്പൽസറി ആയിട്ടുള്ള പേപ്പറാണ്. ഓക്കെ, ഇനി പേപ്പർ 2 എന്ന് പറയുന്നത് JSO എന്ന് പറയുന്ന ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഓഫീസർ, അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ പോസ്റ്റ്, ഓക്കെ, അതിന് അപ്ലൈ ചെയ്യുന്ന ആളുകൾ മാത്രം അറ്റൻഡ് ചെയ്യേണ്ട പേപ്പറാണ് പേപ്പർ 2 എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഓഡിറ്റ് ഓഫീസർ AAO എന്നുള്ള പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്ന ആളുകൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള പേപ്പർ 3 ഉണ്ട്, ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ജനറൽ സ്റ്റഡീസ്, ഓക്കെ, ഫിനാൻസ് ആൻഡ് എക്കണോമിക്സ്. അപ്പോൾ ഈ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്ത ആളുകൾ മാത്രം പേപ്പർ 2ഉം പേപ്പർ 3ഉം അറ്റൻഡ് ചെയ്താൽ മതി. പേപ്പർ 2 JSO റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റിന്, പേപ്പർ 3 AAO റിലേറ്റഡ് ആയിട്ടുള്ള, ഓഡിറ്റ് ഓഫീസർ റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റിന്. ഓക്കെ, ബാക്കി പേപ്പർ 1 എന്ന് പറയുന്നതാണ് എല്ലാ കാൻഡിഡേറ്റ്സും അപ്ലൈ ചെയ്യേണ്ട പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പേപ്പർ 1 എന്തൊക്കെ വരുന്നുണ്ട് നമുക്ക് നോക്കാം. പേപ്പർ 1 4 സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൽ സെക്ഷൻ 1 നമുക്ക് വരുന്നത് മാത്തമാറ്റിക്കൽ എബിലിറ്റീസും റീസണിങ് ആൻഡ് ജനറൽ ഇന്റലിജൻസും ആണ്. ഓക്കെ, അവിടെ നമുക്ക് 60 ക്വസ്റ്റ്യൻസ് ആണ് വരാനായിട്ട് പോകുന്നത്. മാത്തമാറ്റിക്കൽ എബിലിറ്റീസ് 30 ക്വസ്റ്റ്യൻസും റീസണിങ് ആൻഡ് ജനറൽ ഇന്റലിജൻസിൽ 30 ചോദ്യങ്ങളും, അങ്ങനെ 30 60 ചോദ്യങ്ങളാണ് നമുക്ക് അവിടെ വരാനായിട്ട് പോകുന്നത്. ഇനി അതിന് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് ലൈക്ക് 30 മിനിറ്റ് മാത്തമാറ്റിക്കൽ എബിലിറ്റീസിനും 30 മിനിറ്റ് റീസണിങ് ആൻഡ് ജനറൽ ഇന്റലിജൻസിനും. ഓക്കെ, അപ്പൊ ഈ ഒരു വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുവരെ അങ്ങനെ ഒരു സെക്ഷണൽ ടൈമിംഗ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, നമുക്ക് ഒരു പെർട്ടിക്കുലർ സെക്ഷൻ പെട്ടെന്ന് അറ്റൻഡ് ചെയ്ത് തീരുവാണെന്നുണ്ടെങ്കിൽ മറ്റ് ഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള സമയം സേവ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇനി അത് പോസിബിൾ അല്ല. ഓക്കെ, സെക്ഷണൽ ടൈമിംഗ് CGL ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ടയർ 1 ഉണ്ട്,
ടയർ 2 ഉണ്ട്. ഓക്കെ, അപ്പൊ ടയർ 1 ലൈക്ക് ഒരു പെർട്ടിക്കുലർ സെക്ഷന് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇത്ര മിനിറ്റ് എന്നുള്ള രീതിക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ ടയർ 2 വരികയാണെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റീസ് എന്ന് പറയുന്ന ആ സെക്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് 30 മിനിറ്റും റീസണിങ് ആൻഡ് ജനറൽ ഇന്റലിജൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് 30 മിനിറ്റും, അങ്ങനെ 60 മിനിറ്റ് ആണ് നമുക്ക് അവിടെ കിട്ടാനായിട്ട് പോകുന്നത്. ഇനി സെക്ഷൻ 2 പോകുന്ന സമയത്ത് അവിടെ വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷനും ജനറൽ അവയർനെസ്സും ആണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷന് 45 ചോദ്യങ്ങളാണ് ഉണ്ടാവാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി 45 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് 40 മിനിറ്റ് ആണ്. ഓക്കെ, ലൈക്ക്വൈസ് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് നമുക്ക് വരാനായിട്ട് പോകുന്നത് 25 ചോദ്യങ്ങളാണ്. അത് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് കിട്ടുന്നത് 20 മിനിറ്റ് ആണ്. ഓക്കെ, അവിടെ നമുക്ക് 1 മണിക്കൂർ കിട്ടും. ഓക്കെ, 40ഉം 20ഉം അങ്ങനെ 60 മിനിറ്റുകളാണ് നമുക്ക് അവിടെ സെക്ഷൻ 2 അറ്റൻഡ് ചെയ്യാനായിട്ട് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി സെക്ഷൻ 3 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ആണ്. എക്സ്ക്ലൂസീവ്ലി കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ആണ്. ഇത് എല്ലാവരും അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഈ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റും അതുപോലെ ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റും, ഇത് രണ്ടും എല്ലാ ഉദ്യോഗാർത്ഥികളും കമ്പൽസറി ആയിട്ടും അറ്റൻഡ് ചെയ്യേണ്ട 2 സെക്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ട് 20 ചോദ്യങ്ങളാണ് നമുക്ക് വരാനായിട്ട് പോകുന്നത്. അതിന് 15 മിനിറ്റ് ആണ് നമുക്ക് അലോട്ട് ചെയ്ത് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി സെക്ഷൻ 4 എന്ന് പറയുന്നത് ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ആണ്. അവിടെ നമുക്ക് ഒരു ഡാറ്റ എൻട്രി ടാസ്ക് ആണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവുക. ഓക്കെ, സ്പീഡ് ടെസ്റ്റ് ആണ്, നമുക്ക് എത്രമാത്രം ടൈപ്പിംഗ് സ്പീഡ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. ഓക്കെ, ഇനി പേപ്പർ 2 സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേപ്പർ ആണ്. അത് JSO എന്നുള്ള പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമായിട്ടുള്ളതാണ്. പേപ്പർ 3 എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് റിലേറ്റഡ് ടു ഫിനാൻസ് ആൻഡ് എക്കണോമിക്സ് എന്നുള്ള പേപ്പർ ആണ്. അത് AAO എന്നുള്ള പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ഈ ഒരു SSC CGL 2026 അല്ലെ, അതിന്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ടയർ 1 എന്ന് പറയുന്നത് ക്വാളിഫയിങ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ വർഷം വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലോട്ട് ഈ ടയർ 1ന്റെ മാർക്സ് ആഡ് ചെയ്യില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇതുവരെ ടയർ 1ന്റെയും ടയർ 2ന്റെയും മാർക്സ് ആഡ് ചെയ്തിട്ടാണ് ഫൈനൽ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണ ടയർ 1 ക്വാളിഫയിങ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. ഓക്കെ, സോ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലോട്ട് ടയർ 1ന്റെ മാർക്സ് ആഡ് ഓൺ ചെയ്യില്ല. ഓക്കെ, ഒരു സ്ക്രീനിങ് ടെസ്റ്റ് എന്നുള്ള രീതിക്കാണ് ടയർ 1 വരുന്നത്. ഓക്കെ, ടയർ 2 റിലേറ്റഡ് ആയിട്ടാണ്. ടയർ 2 റിലേറ്റഡ് ആയിട്ട് നമുക്ക് എത്ര സ്കോർ ചെയ്യാനായിട്ട് പറ്റുമോ അതാണ് നമ്മുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെഗറ്റീവ് മാർക്കിങ്ങിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ടയർ 2 ഡബിൾഡ് ലൈക്ക് നെഗറ്റീവ് മാർക്കിംഗ് ആണ് വരുന്നത്. അതായത് ടയർ 1 നമുക്ക് നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് 0.5 ആണെങ്കിൽ ഇവിടെ ടയർ 2 എത്തുമ്പോൾ അത് 1 മാർക്കാണ്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റിക്കുന്ന സമയത്ത് 1 മാർക്കാണ് നമുക്ക് അവിടെ നഷ്ടമാവാനായിട്ട് പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് 3 മാർക്സ് കിട്ടുന്നു. അവിടെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റിക്കുമ്പോൾ 1 മാർക്ക് അതിൽ നിന്ന് ഡിഡക്റ്റ് ആകുന്നു. ഓക്കെ, സോ അത് മനസ്സിലാക്കുക. സോ അക്യുറസി ഈസ് ദ കീ എന്നുള്ളത് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇത്തവണ ഓരോ സബ്ജക്റ്റിനും സെക്ഷണൽ ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചേഞ്ച്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടയർ 1 ടയർ 2 ഓരോ സബ്ജക്റ്റിനും ഇത്ര സമയം എന്നുള്ള രീതിക്ക് സെക്ഷണൽ ടൈമർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി പേപ്പർ 3യുടെ ഇൻട്രൊഡക്ഷൻ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചേഞ്ച് ആണ്. ഓക്കെ, പേപ്പർ 3 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അക്കൗണ്ട്സ് ഓഫീസർ പോസ്റ്റിലോട്ട് AAO പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് പേപ്പർ 3 എന്നുള്ള രീതിക്ക് ഒരു ജനറൽ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻസ് ആൻഡ് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ DEST അഥവാ ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ്, അതുപോലെ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ്. ഓക്കെ, ഇത് എല്ലാവർക്കും മാൻഡേറ്ററി ആയിട്ടും ലൈക്ക് അറ്റൻഡ് ചെയ്യേണ്ട സെക്ഷൻസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ റിട്ടേൺ സ്കോർ നമുക്ക് ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ഈ 2 ടെസ്റ്റുകളും ക്ലിയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഫൈനൽ ലിസ്റ്റിലോട്ട് എത്താനായിട്ട് സാധിക്കുക. ഇവ 2 ക്വാളിഫയിങ് ഇൻ നേച്ചർ ആണ്. ഓക്കെ, അപ്പോൾ ഇതുകൂടി നമുക്ക് ക്ലിയർ ചെയ്താൽ മാത്രമാണ് ഫൈനൽ ലിസ്റ്റിലോട്ട് നമ്മളെ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, അതുപോലെ
ടയർ 2 ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടൻസ് വളരെയധികം കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് 45 ചോദ്യങ്ങളാണ്. ഒരു ചോദ്യത്തിന് 3 മാർക്ക് എന്നുള്ള രീതിക്ക് 135 മാർക്സ് ആണ് നമുക്ക് അവിടെ ഇംഗ്ലീഷ് സെക്ഷനിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഹയസ്റ്റ് വെയിറ്റേജ് സെക്ഷൻ എന്നുള്ള രീതിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് സെക്ഷന്റെ കൂടെ നമ്മൾ മാത്സും റീസണിങ്ങും കൂടി കമ്പൈൻ ചെയ്യുന്ന സമയത്ത് 81% ഓഫ് ദ ടോട്ടൽ മാർക്സ് ആണ് നമുക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ ഇംഗ്ലീഷ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു SSC CGL Tier 2. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ഈ ഒരു എക്സാം റിലേറ്റഡ് ആയിട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റുകളും അതിന്റെ ഒരു സാലറി ലെവലും ഒന്ന് നോക്കാം. ഓക്കെ, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ, സബ് ഇൻസ്പെക്ടർ ഇൻ CBI, ഇൻസ്പെക്ടർ എക്സാമിനർ ഇൻ കസ്റ്റംസ് CBIC, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, ഓഡിറ്റർ CNAG, ഡിഫൻസ് അക്കൗണ്ട്സ്, ടാക്സ് അസിസ്റ്റന്റ് പോലെയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു എക്സാം ആണിത്. പേ ലെവൽ 7, 6, 5, 4 മുതലായിട്ടുള്ള ബാൻഡുകളിൽ വരുന്ന അല്ലെ ഏതാണ്ട് ബേസിക് സാലറി റേഞ്ച് 44,900 മുതൽ 1,42,400 വരെയൊക്കെ പോകുന്ന ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള റോൾസ് ആണ് ഈ ഒരു ജോബ് റോൾസ് ആണ് ഈ ഒരു എക്സാം വഴി ഫിൽ ചെയ്യപ്പെടുന്നത് എന്നുള്ളത് തന്നെ ഈ ഒരു എക്സാമിന്റെ ഹൈലൈറ്റ് ആണ്. സോ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൊസിഷൻസിലോട്ട് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണിത്. സോ ഇതിന്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ, എക്സാമിന് അപ്ലൈ ചെയ്യുക ആൻഡ് സക്സസ് ഈസ് യുവേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു എക്സാമിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ആദ്യം നമ്മൾ SSCയുടെ ആ ഒരു ഒഫീഷ്യൽ സൈറ്റിലോട്ട് പോവുക. അവിടെ ഒരു 1 ടൈം രജിസ്ട്രേഷൻ പോർട്ടൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പം ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID ആൻഡ് മൊബൈൽ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിൽ ലോഗിൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുകയാണ്. സോ അവിടെ CGL 2026 എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്ത് അവിടെ ചോദിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഫിൽ ചെയ്ത് കൊടുക്കുക. പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, പോസ്റ്റ് പ്രിഫറൻസസ് മുതലായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരിക. സോ ഫിൽ ചെയ്യുന്ന സമയത്ത് എല്ലാ സർട്ടിഫിക്കറ്റ്സും നിങ്ങളുടെ കയ്യിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ്സും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഫോട്ടോയുടെ അതുപോലെ തന്നെ സിഗ്നേച്ചറുടെയും ഡൈമെൻഷൻസ് അവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 20 to 50 KB വരുന്ന ഫോട്ടോ, അതുപോലെ 10 to 20 KB അകത്ത് വരുന്ന സിഗ്നേച്ചർ. ഓക്കെ, JPEG ഫോർമാറ്റിൽ നിങ്ങൾ സ്കാൻ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിയതിനു ശേഷം അപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ അപ്ലിക്കേഷൻ ഫീയുടെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ ജനറൽ OBC EWS വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് 100 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. SC ST PWD മുതലായിട്ടുള്ള കാറ്റഗറീസിലുള്ള ആളുകൾക്ക് ഫീ എക്സംഷൻ ഉണ്ട്, അവർക്ക് ഫീ അടയ്ക്കേണ്ട കാര്യമില്ല. അതുപോലെ എല്ലാ വിമൻ കാൻഡിഡേറ്റ്സിനും ഫീ അടയ്ക്കേണ്ട കാര്യമില്ല. ദേ ആർ എക്സാംപ്റ്റഡ് ഫ്രം ഫീ പേയ്മെന്റ്. ഓക്കെ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഫിൽ ചെയ്തതിനു ശേഷം റിവ്യൂ ചെയ്യുക. കൃത്യമായിട്ടല്ലേ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നോക്കുക. അവസാനം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു കൺഫർമേഷൻ പേജ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി നിങ്ങളുടെ കയ്യിൽ വെക്കുക. ഓക്കെ, ഒരിക്കലും ഇത് അപ്ലൈ ചെയ്തതിനു ശേഷം പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങൾ SSCക്ക് സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു എക്സാമിന്റെ കറക്ഷൻ വിൻഡോ, അപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവാനായിട്ട് പോകുന്നത് 29th ജൂണിനാണ്. 1st ജൂലൈ 2026 വരെ ആ ഒരു വിൻഡോ ഓപ്പൺ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനായിട്ട് കൊടുത്ത ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു, അത് കറക്റ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യണം അല്ലെ? ഇഫ് യു ആർ എ ബിഗിനർ ഒബ്വിയസ്ലി യു വിൽ ബി വണ്ടറിങ് അല്ലെ, എങ്ങനെയാണ് നമുക്കിത് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അല്ലെ? അപ്പൊ നമുക്കൊരു ഒരു ക്വിക്ക് സ്റ്റാർട്ട് സ്ട്രാറ്റജി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ടയർ 1 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ക്വാളിഫൈങ് ഇൻ നേച്ചർ അല്ലെ? അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗേറ്റ് ആണ്, അല്ലാതെ ആ ഒരു റേസ് അല്ല.
ഓക്കെ, അപ്പൊ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടയർ 2 പോകാനായിട്ട് സാധിക്കും. സോ നമ്മൾ കൂടുതൽ എനർജി എവിടെയാണ് കൊടുക്കേണ്ടത്, എവിടെയാണ് നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടേണ്ടത്? ടയർ 1 ക്ലിയർ ചെയ്യാനായിട്ടല്ല, മറിച്ച് ടയർ 2 ക്ലിയർ ചെയ്യാനായിട്ടാണ്. ഓക്കെ, പിന്നെ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അവിടെ ഗെയിം ചേഞ്ചർ ആയിട്ട് വരുന്ന ഒരു സെക്ഷനാണ്. ഓക്കെ, ഏതാണ്ട് 35% വെയിറ്റേജ് ഏതിനാണ് വരുന്നത്? ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ ആണ്. സോ നമ്മൾ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻ കൂടുതൽ ഫോക്കസ് കൊടുക്കണം. ഓക്കെ, ഗ്രാമറും വൊക്കാബുലറിയും RCയും ഒക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന രീതിക്ക് നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, അതുപോലെ അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്സും റീസണിങ്ങും കൂടെ നമുക്ക് 46% വെയിറ്റേജ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ 2 സെക്ഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫോം നിയർലി ഹാഫ് ഓഫ് ടയർ 2 മാർക്സ്. ഓക്കെ, അപ്പം ഇതിലെ ലൈക്ക് ഫോർമുലാസും ഷോർട്ട് കട്ട് മെത്തേഡ്സും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, പ്രാക്ടീസ് ചെയ്യുക കൂടുതലും. സോ നമുക്ക് ഇംഗ്ലീഷും മാത്സും റീസണിങ്ങും കൂടി ആവുമ്പോൾ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാനായിട്ടുള്ള ഒരു വഴി നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടും. ഓക്കെ, ഇനി കറണ്ട് അഫയേഴ്സിന്റെ കാര്യത്തില് അത് ഒരു ഓൾ ഓഫ് എ സഡൻ ഒരു ഫൈൻ മോർണിംഗ് നമുക്ക് എത്തിപ്പിടിക്കാനായിട്ട് പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. ഓക്കെ, ഗ്രാജുവൽ ആയിട്ട് മാത്രം നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. സോ ടയർ 1 GKയും ടയർ 2 GAയും ഏകദേശം 6 മാസത്തോളം വരുന്ന കാര്യങ്ങളാണ്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന 6 മാസത്തോളം വരുന്ന കാര്യങ്ങളാണ് കൂടുതലും ആ ഭാഗത്ത് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക, അവസാന മിനിറ്റിലോട്ട് വെക്കാതിരിക്കുക. ഓക്കെ, കൃത്യമായിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പഠനം, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു കറണ്ട് അഫയേഴ്സ്, നിങ്ങളെ വളരെയധികം ഈ ഒരു ഭാഗം ക്രാക്ക് ചെയ്യുന്നതിന് സഹായിക്കും. ഓക്കെ, അതുപോലെ ടൈപ്പിംഗ് ടെസ്റ്റിന് നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണരുത്. ഓക്കെ, കാരണം നമ്മളിപ്പം നല്ല രീതിക്ക് ടയർ 2 മാർക്ക് സ്കോർ ചെയ്യുവാണെന്നുണ്ടെങ്കിലും ഈ ഒരു ടൈപ്പിംഗ് സ്പീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ വി ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് ക്വാളിഫൈഡ്. ഓക്കെ, സോ 35+ എങ്കിലും വേർഡ്സ് പെർ മിനിറ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ള രീതിക്ക് ഉറപ്പുവരുത്തുന്ന രീതിക്ക് നമ്മൾ ഡെയിലി ടൈപ്പിംഗ് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അതുപോലെ മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ കീ ടു സക്സസ്. ഓക്കെ, ഇപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു മോക്ക് ടെസ്റ്റുകൾ വീതമെങ്കിലും നിങ്ങൾക്ക് ആദ്യത്തെ മാസം പ്രിപ്പറേഷൻ നടത്തുന്ന സമയത്ത് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എറേഴ്സ് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ സ്കോർ എങ്ങനെ എവിടെ കുറയുന്നു, ഏതൊക്കെയാണ് നമ്മുടെ വീക്ക് ഏരിയാസ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, അക്യുറസി നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് SSC CGL 2026 റിലേറ്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പൊ ഇനി ഈ ഒരു SSC CGL 2026 ആ ഒരു റോഡ് മാപ്പുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണുന്നതായിരിക്കും. കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജീസ്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിനെ സമീപിക്കാം, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്ന ദിവസങ്ങളിൽ CGL റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് വീഡിയോസുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യന്റ് ലിസണിങ്. ഹാപ്പി ലേണിംഗ്.